അലൈക്കും മക്കളെ, എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് മാം ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഫസ്റ്റ് നമ്പേഴ്സ് ആക്കാരം വാഹിദ് മുതൽ മിയ വരെയുള്ള നമ്പേഴ്സ് ആക്കാരം എക്സാമിന് ഉണ്ടാവും. അതിന് നമ്പേഴ്സ് എഴുതാനും അതുപോലെ ലെറ്റേഴ്സ് എഴുതാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഉള്ളത് നമ്പേഴ്സ് കഴിഞ്ഞാൽ ഇവിടെ സിംഗുലർ പ്ലൂരലും ആണ്. സ്വദീഖിൻ്റെ ജമ്മാണ് അസ്തിക്. സ്വദീഖ് ഫ്രണ്ട്സ്, മുസാരി ഫാർമർ, തോലിബ് സ്റ്റുഡൻറ്റ്, മുദരിസ് ടീച്ചർ, താജിർ മെർച്ചൻറ്റ്. ഇതൊക്കെ സിംഗുലർ ആണ് അല്ലേ. അതിന് കൂടെയാണ് ഹുവ എന്ന് ഉപയോഗിക്കുക. അവൻ സ്വദീഖ്, അവൻ ഫ്രണ്ടാണ്, അവൻ മുസാരിയാണ്, അവൻ തോലിബാണ് എന്നൊക്കെ. ഇനി ഹും പറഞ്ഞാൽ ഹും അസ്തിക് പറഞ്ഞാൽ അവർ ഫ്രണ്ട്സാണ്, അവർ ഫാർമേഴ്സാണ്, അവർ തുല്ലാബ് സ്റ്റുഡൻസാണ്. ഹും മുദരിസൂൻ അവർ ടീച്ചേഴ്സാണ്. ഹും തുജാർ അവർ മെർച്ചൻസാണ്. ഇങ്ങനെ അവരെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ൻ്റെ കൂടെയാണ് അസ്തിക്കാവും മുസാരിയും തുല്ലാബും ഒക്കെ യൂസ് ചെയ്യുക. സിംഗിൾ പ്ലൂറൽ ഇവിടെ അത് തന്നെ പറയുന്നത് കേട്ടോ. തൊബീബ് പറഞ്ഞ ഡോക്ടറാണ്, അത്തിബ പറഞ്ഞാൽ ഡോക്ടേഴ്സാണ്, വലത് പറഞ്ഞാൽ ബോയ് ആണ്, ഔലാദ് പറഞ്ഞാൽ ബോയ്സ് ആണ്, ആമിൽ പറഞ്ഞാൽ വർക്കറാണ്, ആമിലൂൻ പറഞ്ഞാൽ വർക്കേഴ്സാണ്, ലായിബ് പറഞ്ഞാൽ പ്ലെയർ ആണ്, ലായിബൂൻ പ്ലെയേഴ്സാണ്, നായിം പറഞ്ഞാൽ ഉറങ്ങുന്നവനാണ്, നായിമൂൻ ഉറങ്ങുന്നവരാണ്. അങ്ങനെയാണ് അതിന് വരിക കേട്ടോ. അപ്പോൾ സിംഗുലറും പ്ലൂറലും ഒക്കെ എഴുതാനുണ്ടാവും. പിന്നെ ഇവിടെ പിക്ചേഴ്സ് കണ്ടിട്ട് അതിൻ്റെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണുള്ളത്. ഇവിടെ ഇത് അർണബാണ്, അർണബിൻ്റെ കയ്യിൽ ജസറാണ്. അപ്പോൾ യക്കുലു അർണബു ജസർ എന്നാണ് ഈ ഒരു പിക്ചറിൻ്റെ അടിക്കുറിപ്പ് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ ബക്കറത്താണ്, ഉഷ്ബിനെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ സഹറത്ത് ഫറാഷിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. ഇവിടെ ഖിർദ് മൗസിനെ കുറിച്ചിട്ട് പറയുന്ന സെൻറ്റൻസാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഉള്ളത് ഒരാൾ എൻ്റെ പേര് ഷാക്കിറയാണ്, ഇസ്മി ഷാക്കിറ. നിൻ്റെ പേരെന്താണ്? മസ്മുക്ക. എങ്ങനെ നമ്മൾ ചോദിക്കുക? ഇസ്മി ഷാക്കിറ മസ്മുക്ക അങ്ങനെ ചോദിക്കും അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ മീൻ ഐന അൻത, നീ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യന് കുറേ ആൻസർ ഇവിടെ കൊടുക്കാൻ പറ്റും. മീൻ ഐന അൻത, നീ എവിടെ നിന്ന് വരുന്നു? അന മിനൽ സൂക്ക്, അന മിനൽ മസ്ജിദ്, അന മിനൽ മൽഅബ്, അന മിനൽ ബൈത്ത്, അന മിനൽ മദ്രസ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഞാൻ വീട്ടിൽ നിന്നാണ്, ബൈത്തിൽ നിന്നാണ്, മസ്ജിദിൽ നിന്നാണെന്നൊക്കെ പറയാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അന താജിർ ഹുവ. ഈ താജിർ പറയാണ് ഞാൻ താജിറാണ്, ഹുവ തോലിബ് അവൻ സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ ഇവന് പറയാണ് അന തോലിബ് ഹുവ തൊബീബ് എന്ന് പറയാണ്. അന തൊബീബ് ഞാൻ പറയുന്നുണ്ട് ഇയാൾ. അതേപോലെ ഇയാൾ പറയുന്നുണ്ട് അന ലായിബ്, ഞാൻ ലായിബാണ്, അന നാദിൽ, ഞാൻ നാദിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെയും തന്നെ പിക്ചേഴ്സ് കണ്ടിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇത് ഈ വലതിൻ്റെ കയ്യിൽ എന്താ പറയുക ജരീദയാണ്, ന്യൂസ് പേപ്പറാണ്. അതുപോലെ ഇവിടെ ഷാത്തുണ്ട്, ഷാത്തിൻ്റെ വായിൽ വറക്കുണ്ട്. അതിന് മേശമായിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്നുള്ളത് കണ്ടെത്തി എഴുതാനുള്ളതാണ് ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മളൊരു ഗിഫ്റ്റ് തരുമ്പോൾ തഫല്ലൽ എന്ന് പറഞ്ഞിട്ട് പറയാം. തഫല്ലൽ എന്നിട്ട് ആ ഒരു ഗിഫ്റ്റിനെ കുറിച്ചിട്ടൊന്ന് പറയും. ദർറാജത്തുൻ ജദീദത്തുൻ എന്ന് പറയും. ജസാക്കല്ല, അല്ലാഹു നിങ്ങൾക്ക് ഹൈർ നൽകട്ടെ, ഹയ്യാക്കല്ല നിനക്കും അല്ലാഹു ഹൈർ നൽകട്ടെ. അങ്ങനെ എല്ലാം ഇവിടെ സഹർ കൊടുക്കുന്നുണ്ട്, ആമ് കൊടുക്കുന്നുണ്ട്, കലം കൊടുക്കുന്നുണ്ട്, ഐനബ് കൊടുക്കുന്നുണ്ട്. പിന്നെ തുഫാഹത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ പറയാം? തഫല്ലൽ ആദ്യം പറയും. പിന്നെ തുഫാഹത്തുൻ ലസീദത്തുൻ എന്ന് പറയും. ജസാക്കല്ല ഹൈർ എന്ന് പറയും, ഹയ്യാക്കല്ല എന്ന് റിപ്ലൈ പറയും. അങ്ങനെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അവിടെ ഡയലോഗ് പറയുക കേട്ടോ. പിന്നെ ഇവിടെ ഹിവാറാണ്. ഈ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷം, ഹവായു എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ ബി ഖൈർ എന്നൊക്കെ പറയും. അതുപോലെ തഫല്ലൽ ഹാദിയിൽ കുറിച്ച് അത് ഇവിടെയും തന്നെ കൊടുക്കുന്നുണ്ട്. തഫല്ലൽ എന്ന് പറഞ്ഞിട്ട് ജസാക്കല്ലാ ഖൈർ, ഹയ്യാക്കല്ല എന്ന് പറയും. അങ്ങനെ ഈ ഒരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ളത് ഒരു അള്ളാഹുവിൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്, പോയമാണ്. റബ്ബുന റഹീമുൻ, റബ്ബുന കരീമുൻ, റബ്ബുന അലീമുൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ അള്ളാഹുവിൻ്റെ പേര് വെച്ചിട്ട് ഒരു പോയം ക്രിയേറ്റ് ചെയ്യാനാണ്. സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൻ ഹാസ. മൻ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് മൻ ഹാസ, ഇതാരാ? അപ്പോൾ പറയുന്നത് ഹാസ അബീദൻ്റെ ഉപ്പയാണ്, ഇസ്മുഹു ഹുസൈൻ, അവൻ്റെ പേര് ഹുസൈനാണ്. മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഉമ്മി ഇസ്മുഹ ഖദീജ, ഇതെൻ്റെ ഉമ്മയാണ്, അവളുടെ പേര് ഖദീജയാണ്. അപ്പോൾ നമ്മളിവിടെ ഗേൾസ് ആണെങ്കിൽ മൻ ഹാദ എന്നും, ബോയ് ആണെങ്കിൽ മൻ ഹാദി എന്നും. ഇസ്മുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര്, ഇസ്മുഹ എന്ന് പറഞ്ഞാൽ അവളുടെ പേര്. അവിടെ അബു ഉമ്മ, ജദ് ഗ്രാൻഡ് പ, ജദത്ത് ഗ്രാൻഡ്മ, അഹ് ബ്രദർ, ഉഹത്ത് സിസ്റ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ.
അല്ലേ? അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും തന്നെ അങ്ങനത്തെ ഒരു വർക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹാദ തോലിബ് സ്റ്റുഡൻ്റാണ്, ഇസ്മുഹു സോബിറ, ഇത് സോബിറാണ്. ഇതൊക്കെ ഒരു ബോയിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഗേളിനെ കുറിച്ചിട്ടാകുമ്പോൾ നമ്മളവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എങ്ങനെ വരുത്തും? ഹാദ തോലിബ് ഇത് സ്റ്റുഡൻ്റാണ്, ഇസ്മുഹ സോബിറ അവളുടെ പേര് സോബിറയാണ്, കമീസുഹു ജമീൽ എന്നുള്ളിടത്ത് അവൻ്റെ ഷർട്ട് പുതിയതാണെന്നുള്ളിടത്ത് കമീസുഹ ജമീലത്തുൻ പറയും. ബൈത്തുഹു സൊയിറത്ത് അവൻ്റെ വീട് ചെറുതാണെന്ന് പറയുമ്പോൾ ബൈത്തുഹ സൊയിറത്ത് എന്ന് പറയും, അവളുടെ വീട് ചെറുതാണ്. കലമുഹു ജദീദ് അവൻ്റെ പേന പുതിയതാണെന്ന് പറയുമ്പോൾ കലമുഹ ജദീദത്ത്. അഹൂഹു തൊബീബ് അവളുടെ ബ്രദർ ഡോക്ടറാണെന്ന് പറയുമ്പോൾ അവളുടെ ബ്രദർ ഡോക്ടർ അങ്ങനെ പറയാം, അഹൂഹ തൊബീബ്. അങ്ങനെയൊക്കെയാണിത് പറയാം കേട്ടോ. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യനാണ്. സൊഫി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് എഴുതുക, അപ്പോൾ ആൻസറൊക്കെ അതിന് കൊടുക്കുക. ഓക്കെ, അതൊക്കെ ആൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ഥലത്ത് ഫവാക്കി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ റുമ്മാനാണെങ്കിൽ റുമ്മാൻ കട്ട് ചെയ്യാൻ എങ്ങനെ പറയാം? ഹറക്തു റുമ്മാൻ എന്നാണ് പറയാം. മൗസ് കട്ട് ചെയ്യാൻ എങ്ങനെ പറയാം? കത്തഴത്തു മൗസ്. മൗസ് കട്ട് ചെയ്യാന്നുള്ളത് കത്തഴത്തു മൗസ്. ബുർത്തുകാൽ കട്ട് ചെയ്യുന്നത് കഷർത്തു ബുർത്തുകാൽ. കത്തഴത്തു അനാനാസ് അനാനാസിന് പറയാം. മസ്ജത്ത് ഫവാക്കി പറഞ്ഞാൽ മിക്സ് ചെയ്യുക, ഫവാക്കി മിക്സ് ചെയ്യുക, ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുക എന്നൊക്കെയാണ് പറയാം. പിന്നെ ഇവിടെ ഇസ്തൈക്കല സാലിം എണീറ്റു, വനലഫ അസ്ന അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ഇസ്തൈക്കല എന്നുള്ളടത്ത് നമ്മൾ ഇസ്തൈക്കല എണീറ്റു എന്നാണ്. ഈ ഞാൻ ചെയ്തു, ഞാൻ എണീറ്റു എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയൊക്കെ പറയാം? ഇസ്തൈക്കലത്തു, നലഫ നലഫ്തു, കറഅത്തു, അസൽത്തു. ശരി പറഞ്ഞാൽ കുടിച്ചു, ശരിബ്തു ഞാൻ കുടിച്ചു. അങ്ങനെ ഹറജ പുറപ്പെട്ടു, ഹറജിത്തു ഞാൻ പുറപ്പെട്ടു, വസല എത്തി, വസലത്തു ഞാൻ എത്തി. അങ്ങനെ പറയുന്ന വെർബാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഒരു പോയം ഉണ്ട്, യാ അബി അൻത വദൂദ്. അതേപോലത്തെ സെയിം ലൈന് യൂസ് ചെയ്തിട്ട് അഹീൻ്റെ ജദ്ദിൻ്റെ എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.